നമസ്കാരം. എന്നെന്നും ജനപ്രിയ നായകൻ ആരെന്ന് ചോദിച്ചാൽ മലയാള സിനിമാ പ്രേമികൾക്ക് ഒറ്റ ഉണ്ടാകൂ: ദിലീപ്. അതിൽ സംശയം ആർക്കുമില്ല. മലയാളം വിടാത്ത, മലയാള സിനിമയെ അത്രയ്ക്ക് സ്നേഹിക്കുന്ന, അഭിനയിക്കുന്ന, ഒരു റോളിലും നടിമാരെ കിടപ്പ് സീനിലോ ലിപ് ലോക്കോ ചെയ്യാതെ പക്ക ഫാമിലി കുട്ടികൾക്ക് വേണ്ടി മാത്രം അഭിനയിച്ച നടൻ. അത് ഈ കേസ് വന്നതുകൊണ്ടല്ല, കഴിഞ്ഞ 35 വർഷമായി അങ്ങനെ തന്നെയാണ്. ദിലീപിന്റെ ഹിറ്റുകൾ നോക്കുമ്പോൾ ദിലീപിനൊപ്പം നിരവധി കോംബോ കഥാപാത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓരോ സിനിമയ്ക്ക് പിന്നിലും നിരവധി കൂട്ടുകെട്ടുകളുണ്ട്. ഹരിശ്രീ അശോകൻ, കലാഭവമണി എന്നിങ്ങനെ നിരവധി പേർ. അതിൽ ദിലീപ് സലീം കുമാർ കോംബോ എന്നും പ്രേക്ഷകരെ ചിരിപ്പിച്ച് കയ്യടി നേടിയ കോംബോയാണ്. ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ അപാര ടൈമിങ്ങും പെർഫെക്ഷനുമാണ് ദിലീപും സലീം കുമാറും തമ്മിൽ. പാണ്ടിപ്പട, കല്യാണരാമൻ, CID മൂസ എന്നിങ്ങനെ എത്രയോ സിനിമകളിൽ ഇവരുടെ കോംബോ മലയാളികളെ ചിരിപ്പിച്ചിട്ടുണ്ട്. കോമഡി രംഗങ്ങളിൽ ഇവരും മത്സരിച്ചാണ് അഭിനയിക്കാറുള്ളതെന്ന് തോന്നിപ്പോകും. കല്യാണരാമനിലെ രാമൻകുട്ടിയും പ്യാരിയും ഒക്കെ അതിന് ഉദാഹരണമാണ്. മലയാള സിനിമയിൽ അഭിനേതാക്കൾ എന്ന നിലയിൽ അറിയപ്പെടുന്നതിനും വളരെ മുൻപേ ആരംഭിച്ച പരിചയമാണ് നടൻ സലീം കുമാറും ദിലീപും തമ്മിൽ. ഇരുവരും മികച്ച ഹാസ്യ കലാകാരന്മാർ ആയതിനുശേഷം മാത്രമാണ് നടന്മാർ എന്ന നിലയിൽ പ്രേക്ഷകരുടെ ഇടയിൽ സ്വീകാര്യത നേടിയത്. ഇരുവർക്കും സിനിമ ഭാഗ്യമേഖലയായി. മിനിസ്ക്രീനിൽ ലഭിച്ച തുടക്കത്തെ നല്ല നിലയിൽ എത്തിക്കാൻ ദിലീപിനും സലീം കുമാറിനും സാധിച്ചു. ഇന്നും സൂക്ഷിക്കുന്ന ഒരു സൗഹൃദമുണ്ട് ഇവർക്കിടയിൽ. സിനിമാ ജീവിതം നല്ല നിലയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദിലീപിനെതിരെ നടി ആക്രമിച്ച കേസിൽ ആരോപണം ഉയർന്നത്. കേസ് ആരംഭിച്ച് 7 വർഷം പിന്നിട്ടിരുന്നു. ഇതിനിടെ ദിലീപ് ഈ കേസിന്റെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുകയുമുണ്ടായി. ഇന്നും തീർപ്പ് കൽപ്പിക്കപ്പെടാതെ അനന്തമായി നീളുകയാണ് പ്രശസ്തമായ നടിയെ ആക്രമിച്ച കേസ്. അതിനുശേഷവും ദിലീപ് മലയാള സിനിമയിൽ സജീവമായെങ്കിലും മുൻകാലങ്ങളിൽ എന്ന പോലെ ഹിറ്റുകൾ പിറന്നില്ല. ഇന്നും ജനപ്രിയ എന്ന നാമധേയത്തിൽ കുടുംബ പ്രേക്ഷകർക്ക് യോജിക്കും വിധമുള്ള സ്ക്രിപ്റ്റുകൾ ദിലീപ് തെരഞ്ഞെടുക്കാറുണ്ട്. അടുപ്പിച്ച ചിത്രങ്ങൾ ഫ്ലോപ്പ് ആകുന്നതും ദിലീപിന്റെ കരിയറിൽ വെല്ലുവിളി ഉയർത്തി തുടരുകയാണ്. ഈ കേസ് ആരംഭിച്ച ശേഷമാണ് ദിലീപിന്റെ ഇളയ മകൾ മഹാലക്ഷ്മിയുടെ ജനനവും മൂത്ത മകൾ മീനാക്ഷി MBBS പഠനം പൂർത്തിയാക്കിയതുമെല്ലാം. വ്യക്തിജീവിതത്തിൽ ഔദ്യോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ബാധിക്കാതിരിക്കാൻ ദിലീപ് ശ്രമിക്കാറുണ്ട്. ഭാര്യ കാവ്യമാധവനും മകളും കുഞ്ഞിന് വിദ്യാഭ്യാസം നൽകുന്നത് ചെന്നൈയിലാണ്. ഇടയ്ക്കിടെ ഇവർ നാട്ടിലേക്ക് വരാറുമുണ്ട്. മീനാക്ഷിയുടെ മെഡിക്കൽ വിദ്യാഭ്യാസവും ചെന്നൈയിലായിരുന്നു. നടി ആക്രമിച്ച കേസിൽ ദിലീപിന്റെ പക്ഷം ചേരുന്നവരും അല്ലാത്തവരുമുണ്ട്. ഇതേപ്പറ്റി നടൻ സലീം കുമാർ പ്രതികരണം നടത്തിയിരുന്നു. ഒരു പ്രമുഖ ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ദിലീപ് പ്രതിയായ കേസിനെക്കുറിച്ചും അതേപ്പറ്റിയുള്ള തന്റെ വീക്ഷണത്തെക്കുറിച്ചും സലീം കുമാർ വിശദമാക്കിയത്. മിമിക്രിക്കാരനായ കരിയർ തുടങ്ങിയ താരങ്ങൾ ഒരാളാണ് സലീം കുമാർ. നടൻ ദിലീപ് അടക്കമുള്ള സുഹൃത്തുക്കളിലൂടെയാണ് താരം സിനിമയിലേക്ക് എത്തുന്നത്. പിന്നീട് നിരവധി സിനിമകളിൽ ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചു. സിനിമയ്ക്ക് അകത്തും പുറത്തും വ്യക്തിജീവിതത്തിലുമൊക്കെ അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്നവരാണ് ഇരുവരും. ഇടക്കാലത്ത് ദിലീപ് വലിയ പ്രതിസന്ധിയിലായ സമയത്തും പിന്തുണച്ചു കൂടെ നിന്നവരിൽ പ്രധാനി സലീം കുമാർ ആയിരുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിലും ദിലീപിനെ പിന്തുണച്ചുകൊണ്ടാണ് നടൻ എത്തിയത്. ഇതിന്റെ പേരിൽ സലീം കുമാർ വ്യാപകമായി വിമർശിക്കപ്പെട്ടിരുന്നു. അന്ന് പറഞ്ഞ അതേ നിലപാടിൽ ഇന്നും ഉറച്ചു നിൽക്കുകയാണെന്നാണ് നടൻ ഇപ്പോഴും പറയുന്നത്. ഇപ്പോഴും താൻ ദിലീപിനെ കുറ്റം ചെയ്തുവെന്ന് വിശ്വസിക്കുന്നില്ല എന്നാണ് നടൻ പറയുന്നത്. ഞാൻ അന്നും ഇന്നും ദിലീപ് ചെയ്ത കാര്യങ്ങളൊന്നും ശരിയാണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് കരുതി അയാളെ വിധിക്കേണ്ട ആളുകൾ നമ്മളല്ല എന്നേ പറഞ്ഞുള്ളൂ. നമ്മൾ മാധ്യമങ്ങളോ ജനങ്ങളോ അല്ല വിധി നടപ്പാക്കേണ്ടത്. അത് ബഹുമാനപ്പെട്ട കോടതിയാണ് നടപ്പാക്കേണ്ടത്. ഞാൻ അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ശരിയാണോ തെറ്റാണോ എന്നൊന്നും നമ്മൾ നോക്കാൻ പോയിട്ടില്ല. അതിന്റെ പേരിൽ അനുഭവിക്കാനുള്ളത് അനുഭവിച്ചോട്ടെ, കുഴപ്പമില്ല. ഇനി ഒരു പക്ഷേ അത് ദിലീപ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് കരുതി നമുക്ക് തോന്നുന്നത് പോലെ വിധി എഴുതാൻ ആരുമില്ല. ഇനി ഒരുപക്ഷെ അയാൾ തെറ്റുകാരനല്ലെങ്കിലും കോടതിയുടെ മുന്നിൽ നിൽക്കുന്ന സംഭവമാണ്. അയാൾ തെറ്റുകാരനല്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? ഞാൻ ചോദിച്ചപ്പോൾ തെറ്റ് ചെയ്തില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെന്ത് ചെയ്യും? ഇത് ശരിയാണോ ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ മക്കളെ പിടിച്ച് സത്യം ചെയ്യുകയാണ്. ഞാൻ ഇത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ്. ഞാൻ ആലോചിച്ചപ്പോൾ ഒരു മനുഷ്യനും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ആത്മാർത്ഥമായി പറഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരിക്കലും ഒരു മനുഷ്യനെ അങ്ങനെ ചെയ്യാൻ പറ്റില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ദിലീപ് അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ആ വിശ്വാസം ചിലപ്പോൾ ശരിയാകാം, തെറ്റാകാം. അതുപോലെ ഇതിനെക്കുറിച്ച് ഭാവനയോട് ചോദിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് അതിനു മുമ്പ് തന്നെ ഞങ്ങൾ അകന്നിരുന്നു എന്നാണ് സലീം കുമാർ പറയുന്നത്. ഞാൻ ആ പക്ഷത്തല്ല, എതിർപക്ഷത്തേക്കാണെന്ന് അവർ വിചാരിച്ചു. പക്ഷേ സംഭവത്തിനു ശേഷം ഞാൻ അതിജീവിതയോട് സംസാരിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾ വളരെ അകന്നിരുന്നു. ഞാൻ ഒരിക്കലും ആരുടെയും പക്ഷമല്ല. അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ എന്നാണ് സലീം കുമാർ പറയുന്നത്. അടുത്തിടെ നടൻ ദിലീപുമായുള്ള തന്റെ സൗഹൃദത്തെക്കുറിച്ചും സലീം കുമാർ പറഞ്ഞിരുന്നു. എന്നെ ദിലീപ് അമേരിക്കയിൽ വെച്ച് അടിച്ചിട്ടുണ്ട്. എല്ലാവരും പരിപാടിക്ക് മുമ്പുള്ള പ്രാർത്ഥന നടത്തുകയായിരുന്നു. ആ സമയത്ത് ദിലീപ് പ്രാർത്ഥിച്ചപ്പോൾ ഇത്തിരി ശബ്ദം കൂടിപ്പോയി. അത് കേട്ട് ഞാൻ ചിരിച്ചു. അതിനാണ് ദിലീപ് എന്നെ തല്ലിയത്. ഞാൻ ദൈവവിശ്വാസമുള്ള ആളാണ്. പക്ഷെ ദൈവം അമ്പലത്തിലും പള്ളിയിലും ഇരിക്കുന്നുവെന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഭൂമിയിൽ എല്ലായിടത്തും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണെന്നും അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, ഒരു പരിപാടിയിൽ സംസാരിക്കവേ പച്ചക്കുതിരയുടെ ഷൂട്ടിങ്ങിനിടെ നടന്ന രസകരമായ സംഭവത്തെക്കുറിച്ച് പറയുകയാണ് നടൻ. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സെറ്റിലായിരിക്കുമ്പോൾ ആദ്യത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നടനെ തേടിയെത്തുന്നത്. ലാൽ ജോസ് സിനിമ അച്ഛനുറങ്ങാത്ത വീട്ടിലെ സാമുവൽ എന്ന കഥാപാത്രമാണ് രണ്ടാമത്തെ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സലീം കുമാറിന് നേടിക്കൊടുത്തത്. ആ വർഷം മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് മോഹൻലാൽ ആയിരുന്നു. ദിലീപിന് അവാർഡുണ്ടെന്ന് സൂചന കിട്ടിയതിനെ തുടർന്നാണ് തങ്ങൾ ചിത്രീകരണം നിർത്തിവെച്ച് പുരസ്കാര പ്രഖ്യാപനം കണ്ടതെന്നും സലീം കുമാർ പറയുന്നു.
എനിക്ക് അവാർഡുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ദിലീപിന് അവാർഡുണ്ടെന്ന് കരുതി. പച്ചക്കുതിരയുടെ ഷൂട്ടിംഗ് ആണ്. കമൽ സാർ പറഞ്ഞു നമുക്ക് അവാർഡ് പ്രഖ്യാപനം കേൾക്കാമെന്ന്. അങ്ങനെ ദിലീപിന് അവാർഡ് ഉണ്ടെന്ന് പറഞ്ഞ് ഹോട്ടലിന്റെ റിസപ്ഷനിൽ എല്ലാവരും പ്രഖ്യാപനം കാണാനിരുന്നു. ഫലം വന്നപ്പോൾ മോഹൻലാലാണ് ബെസ്റ്റ് ആക്ടർ. അതോടെ അവിടെയാകെ ഒരു മ്ലാനതയായി. മോഹൻലാലിന് ബെസ്റ്റ് ആക്ടർ കിട്ടിയത് നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല, കാരണം അദ്ദേഹത്തിന് അത് അർഹതപ്പെട്ടതാണ്. പക്ഷെ ദിലീപിന് കിട്ടിയില്ലല്ലോ. അയാൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുമുണ്ട്. അതുകൊണ്ട് അതിൽ വളരെ വിഷമം അഭിനയിക്കണം, അല്ലെങ്കിൽ അഭിനയിക്കേണ്ട കാര്യമില്ലായിരുന്നു. നമുക്ക് എന്താണ് ദിലീപിന് ബെസ്റ്റ് ആക്ടർ കിട്ടിയില്ലെങ്കിൽ? അതുകൊണ്ട് തന്നെ ആ യൂണിറ്റ് മുഴുവൻ അവിടെ നിന്ന് അഭിനയിക്കുകയാണ്. ശേഷം സെക്കൻഡ് ബെസ്റ്റ് ആക്ടർ വന്നപ്പോൾ എന്റെ പേരാണ് പറഞ്ഞത്. സലിംകുമാർ എന്ന അനൗൺസ്മെന്റ് കേട്ടതും പിന്നെ അവിടെ ഭയങ്കര കയ്യടിയായി. സിബി മലയിലായിരുന്നു ജൂറി ചെയർമാൻ. പണ്ട് എനിക്ക് അഭിനയിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞ് തിരിച്ചയച്ച ആളാണ് ജൂറിയിൽ ഇരുന്ന് എന്നെ മികച്ച രണ്ടാമത്തെ നടനായി തിരഞ്ഞെടുത്തത്. അത് കണ്ടപ്പോൾ കാലത്തിന്റെ ഒരു കളിയെ കുറിച്ചാണ് ഞാൻ ചിന്തിച്ചത്. അത് ഭയങ്കരമാണെന്നും പറഞ്ഞാണ് സലിംകുമാർ അവസാനിപ്പിച്ചത്. അതേസമയം തന്റെ സിനിമാ തിരക്കുകളാണ് ദിലീപ്. പ്രിൻസ് ആൻഡ് ഫാമിലിയാണ് പുതിയ ചിത്രം. മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച് വിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. ചിത്രം ഏപ്രിൽ ലിസ്റ്റിനെത്തും. അച്ഛന്റെ രണ്ടാം മോഷണം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം തികച്ചും വ്യത്യസ്തമായ ചിത്രവുമായാണ് മാജിക് ഫ്രെയിംസ് എത്തുന്നത്. ദിലീപ് പ്രിൻസ് എന്ന കഥാപാത്രമായാണ് ചിത്രത്തിൽ എത്തുന്നത്. ദിലീപിന്റെ അനുജന്റെ വേഷത്തിൽ ധ്യാൻ ശ്രീനിവാസനും എത്തുന്നു. സിദ്ദീഖ്, ബിന്ദു പണിക്കർ, മഞ്ജു പിള്ള, ധ്യാൻ ശ്രീനിവാസൻ, ജോണി ആന്റണി, ജോസ് കുട്ടി, അശ്വിൻ ജോസ്, റോസ്ബത്ത് ജോയ്, പാർവതി രാജൻ, ശങ്കരാടി എന്നീ താരങ്ങളെ കൂടാതെ നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിലെത്തുന്നു. പുതിയ സിനിമയുടെ റിലീസിന് വിവരങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ദിലീപേട്ടന് ഒരു ഹിറ്റ് നൽകണമെന്ന ആഗ്രഹത്തിലാണ് ഇങ്ങനെ ഒരു ചിത്രം നിർമ്മിക്കാൻ തയ്യാറായതെന്ന് ലിസ്റ്റിൻ സ്റ്റീഫൻ സിനിമയുടെ പൂജാവേളയിൽ തന്നെ അറിയിച്ചിരുന്നു. പവി കെയർ ടേക്കർ എന്ന ചിത്രമാണ് ദിലീപിന്റെ ഏറ്റവും ഒടുവിൽ റിലീസായ സിനിമ. കമലിന്റെ സംവിധാന സഹായിയായിട്ടായിരുന്നു ദിലീപിന്റെ സിനിമയിലേക്കുള്ള വരവ്. സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ വിഷ്ണുലോകമായിരുന്നു സഹസംവിധായകനായി കന്നി സിനിമ. അന്ന് വെറും ഗോപാലകൃഷ്ണനായിരുന്നു അദ്ദേഹം. 9 സിനിമകളിലാണ് ദിലീപ് സഹസംവിധായകനായി പ്രവർത്തിച്ചത്.